So once again, welcome back to virtual teaching. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബികോം സെമസ്റ്റർ 4-ലെ ഓൺടർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് ആൻഡ് പ്രൊജക്ട് മാനേജ്മെൻറ്റ് എന്ന സബ്ജക്റ്റിലെ 5th മൊഡ്യൂളായ ഓൺടർപ്രണറിയൽ സപ്പോർട്ട് ഇൻ ഇന്ത്യയാണ് നോക്കാൻ പോകുന്നത്. നമുക്ക് വേഗം തന്നെ ഇതിൽ ഇമ്പോർട്ടൻറ്റ് പോർഷൻസ് എല്ലാം കവർ ചെയ്യാം. സോ ഫസ്റ്റ് നമുക്കിതിൽ പഠിക്കാനുള്ളത് എന്താണ് ഓൺടർപ്രണറിയൽ എഡ്യൂക്കേഷൻ. എന്താണ് ഓൺടർപ്രണറിയൽ എഡ്യൂക്കേഷൻ നോക്കാം. Entrepreneurial education include all those activities which foster entrepreneurial attitude and skill that cover a range of aspects such as idea generation, starting up, growth, innovation in the field of business. Entrepreneurial education is എന്താണ്? ഓൺടർപ്രണറിയൽ ആറ്റിറ്റ്യൂഡും സ്കില്ലും ഫോസ്റ്റർ ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസ് നമ്മൾ ഈ പറയുന്ന ഓൺടർപ്രണറിയൽ എഡ്യൂക്കേഷൻ എന്ന് പറയും. അപ്പോൾ ഈ പറയുന്ന ഈ എഡ്യൂക്കേഷൻ എന്തൊക്കെ ഏരിയാസാണ് കവർ ചെയ്യുന്നത്? നമ്മുടെ ഐഡിയ ജനറേഷൻ, സ്റ്റാർട്ടിങ് അപ്പ്, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള നോളജ്, ഗ്രോത്ത്, ബിസിനസ് നടത്തിക്കൊണ്ട് പോകാനുള്ളത്, പിന്നെന്താണ് ഇന്നോവേഷൻ, പുതിയതായിട്ടുള്ള എന്തെങ്കിലും കൊണ്ടുവരാം, ഇന്നോവേഷൻ ഇൻ ദ ഫീൽഡ് ഓഫ് ബിസിനസ്. ഇതെല്ലാമാണ് ഓൺടർപ്രണറിയൽ എഡ്യൂക്കേഷനിൽ വരുന്നത്. ഇനി എന്തൊക്കെയാണ് ഈ എഡ്യൂക്കേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് നോക്കാം. നമ്മൾ മെയിനായിട്ട് 6 പോയിൻറ്റ്സാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെയാണ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഡൈനാമിക് നേച്ചർ ഓഫ് ദ വേൾഡ് ഓഫ് ഓൺടർപ്രണർഷിപ്പ്. എന്താണ് നമ്മുടെ ഓൺടർപ്രണർഷിപ്പ് അല്ലെങ്കിൽ ബിസിനസ് വേൾഡ് എന്ന് പറയുന്നത് എന്താണ്? വളരെ ഡൈനാമിക് ആണ്, ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു ചേഞ്ചിങ് നേച്ചർ മനസ്സിലാക്കാൻ വേണ്ടി അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കണം. രണ്ടാമത്തെയാണ് ടു ഇൻക്രീസ് ദ അവെയർനെസ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ പ്രോസസ് ഇൻവോൾവ് ഇൻ ഇനിഷ്യേറ്റിംഗ് ആൻഡ് മാനേജിങ് എ ന്യൂ ബിസിനസ്. ഒരു പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവിടെ എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം, എന്തൊക്കെ മനസ്സിലാക്കിയിരിക്കണം, അതിൽ എന്തൊക്കെ പ്രോസസ്സ് ഉണ്ട്, അങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ആ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം, അതിനൊക്കെ അവെയർ ആയിരിക്കണം നമ്മൾ. അതാണ് രണ്ടാമത്തെ പോയിന്റ്, ടു ഇൻക്രീസ് ദ അവെയർനെസ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ പ്രോസസ് ഇൻവോൾവ് ഇൻ ഇനിഷ്യേറ്റിംഗ് ആൻഡ് മാനേജിങ് ന്യൂ ബിസിനസ്. ഒരു പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത് മാനേജ് ചെയ്യുമ്പോൾ എന്തൊക്കെ പ്രോസസ്സിലൂടെ നമ്മൾ കടന്നു പോകുന്നു, അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അറിഞ്ഞിരിക്കണം. ഇനി മൂന്നാമത്തെയാണ് ടു ഇമ്പാർട്ട് ബേസിക് നോളജ് അബൌട്ട് എനി ഇൻഡസ്ട്രി, പ്രൊഡക്ഷൻ ആൻഡ് പ്രൊഡക്ഷൻ മെത്തേഡ്. എന്താണ് ഏതൊരു ഇൻഡസ്ട്രി ആയിക്കോട്ടെ, ഏതൊരു പ്രൊഡക്ഷൻ പ്രോസസ്സ് ആയിക്കോട്ടെ, പ്രൊഡക്ഷൻ മെത്തേഡ് ആയിക്കോട്ടെ, അതിനെ പറ്റിയൊരു ബേസിക് നോളജ് നമ്മൾ എപ്പോഴും എന്തെങ്കിലും അറിഞ്ഞിരിക്കണം. അതാണ് മൂന്നാമത്തെ പോയിന്റ്, ടു ഇമ്പാർട്ട് ബേസിക് നോളജ് അബൌട്ട് എനി ഇൻഡസ്ട്രി, പ്രൊഡക്ഷൻ ആൻഡ് പ്രൊഡക്ഷൻ മെത്തേഡ്. ഇനി നാലാമത്തെയാണ് ടു ഡെവലപ്പ് എംപതി ആൻഡ് സപ്പോർട്ട് ഫോർ ഓൾ ആസ്പെക്ട്സ് ഓഫ് ഓൺടർപ്രണർഷിപ്പ്. നമ്മുടെ ഓൺടർപ്രണർഷിപ്പ് ആയിട്ട് ബന്ധപ്പെട്ടിരുന്ന എല്ലാ ആസ്പെക്ട്സിനോടും എന്താണ് ആ ഒരു സപ്പോർട്ടും എംപതിയും ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി, അതാണ് അടുത്ത ഒബ്ജക്റ്റീവ്. അഞ്ചാമത്തെയാണ് to help the entrepreneur to function more effectively by exposing him to the latest concept, techniques and information. ഓൺടർപ്രണറിനെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ്സും ടെക്നിക്സും ഇൻഫോർമേഷനും ഉപയോഗിച്ച് ഏറ്റവും എഫക്റ്റീവായിട്ട് അവരെ മാറ്റുക. അതാണ് അഞ്ചാമത്തെ ഒബ്ജക്റ്റീവ്. അത് ലാസ്റ്റ് ഒന്നാണ് ടു എൻകറേജ് എ ന്യൂ സ്റ്റാർട്ടപ്പ് ആൻഡ് അതർ ഓൺടർപ്രണറിയൽ വെഞ്ചേഴ്സ്. എന്താണ് ആൾക്കാരെ കൊണ്ട് പുതിയ സ്റ്റാർട്ടപ്പ്സ്, പുതിയ ബിസിനസ് തുടങ്ങാനും അതേപോലെ തന്നെ കൂടുതൽ നല്ല പുതിയതായിട്ടുള്ള ഓൺടർപ്രണറിയൽ വെഞ്ചേഴ്സ് സ്റ്റാർട്ട് ചെയ്യാനും പുതിയ ബിസിനസ് ഫോംസും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യാനൊക്കെ ആയിട്ട് എൻകറേജ് ചെയ്യുക. ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓൺടർപ്രണറിയൽ എഡ്യൂക്കേഷൻ. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നതാണ് എന്താണ് ഓൺടർപ്രണറിയൽ ട്രെയിനിങ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ എഡ്യൂക്കേഷൻ ആണ്, ഇനി ട്രെയിനിങ് എന്താണെന്ന് നോക്കാം. ഓൺടർപ്രണറിയൽ ട്രെയിനിങ് റെഫേഴ്സ് ടു ഓൾ training programs which help in making a person a successful entrepreneur and an active participant in the economic development of the nation. ഒരു വ്യക്തിനെ ഒരു സക്സസ്ഫുൾ ബിസിനസ്മാൻ അല്ലെങ്കിൽ ഓൺടർപ്രണർ ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന എല്ലാ ട്രെയിനിങ് ആക്ടിവിറ്റീസ് നമ്മൾ എന്ത് വിളിക്കും? ഓൺടർപ്രണറിയൽ ട്രെയിനിങ് എന്ന് വിളിക്കും. അതേപോലെ തന്നെ ആ ഒരു വ്യക്തിനെ ഏറ്റവും ആക്റ്റീവായിട്ട് നമ്മുടെ എക്കണോമിക് ഡെവലപ്മെൻറ്റ്, നേഷൻ്റെ എക്കണോമിക് ഡെവലപ്മെൻറ്റിൽ ഏറ്റവും ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ കൊണ്ടുവരാൻ വേണ്ടിയും കൂടി ശ്രമിക്കുന്ന ആ എല്ലാ ട്രെയിനിങ് പ്രോഗ്രാംസിനും ഒന്നിച്ചെടുക്കുന്ന പേരാണ് ഓൺടർപ്രണറിയൽ ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താണ് ട്രെയിനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വ്യക്തിനെ ഒരു സക്സസ്ഫുൾ ഓൺടർപ്രണർ ആക്കാനും അതേപോലെ തന്നെ നമ്മുടെ നേഷൻ്റെ, നമ്മുടെ കൺട്രിയുടെ എക്കണോമിക് ഡെവലപ്മെൻറ്റിൽ ഒരു ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ വരുത്തുകയും ചെയ്യുന്ന എല്ലാ ട്രെയിനിങ് പ്രോഗ്രാംസിനും വിളിക്കുന്ന പേരാണ് ഓൺടർപ്രണറിയൽ ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ടുള്ളത്. The entrepreneurial training programs help the educated unemployed youth set up their own business concern on self-employment basis. അപ്പോൾ ഇങ്ങനത്തുള്ള ഓൺടർപ്രണറിയൽ ട്രെയിനിങ് പ്രോഗ്രാമിലൂടെ ഏറ്റവും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അൺഎംപ്ലോയ്ഡ്, അവർക്ക് വിദ്യാഭ്യാസം ഉണ്ട് പക്ഷെ എന്തില്ല, ജോലിയില്ലാത്ത യൂത്തിന് അവർക്ക് സ്വന്തമായിട്ട് തന്നെ ബിസിനസ് കൺസേൺ സെറ്റ് ചെയ്ത് സെൽഫ് എംപ്ലോയ്മെൻറ്റ് ബേസിസിൽ അവർക്ക് എംപ്ലോയ്മെൻറ്റ് കിട്ടാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഇങ്ങനെയുള്ള ട്രെയിനിങ്സ് ഒക്കെ അറേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇങ്ങനെയുള്ള ട്രെയിനിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് എന്തെല്ലാമാണ്? അപ്പോൾ ഞാനിവിടെ 6 പോയിൻറ്റ്സാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. നമുക്ക് 6 പോയിൻറ്റ്സ് നോക്കാം. എന്തൊക്കെയാണ് ഈ പറയുന്ന EDP ട്രെയിനിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ്.
അഡ്വാൻറ്റേജസിലെ ഫസ്റ്റ് പോയിന്റ് ആണ് ഓണ്ടർപ്രണറിയൽ ട്രെയ്റ്റ്സ് ക്യാൻ ബി ഐഡൻറ്റിഫൈഡ്. കൃത്യമായിട്ട് ഒരു വ്യക്തിയിലെ എന്തൊക്കെ ക്യാരക്ടേഴ്സ്, ഓണ്ടർപ്രണറിയൽ ക്യാരക്ടേഴ്സോ അല്ലെങ്കിൽ ട്രെയ്റ്റ്സോ അയാളിൽ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി സാധിക്കും. പൊട്ടൻഷ്യൽ ഓണ്ടർപ്രണേഴ്സ് ക്യാൻ ബി സെലക്റ്റഡ്. അതേപോലെ തന്നെ ഈ പറയുന്ന ബിസിനസ്മാൻ അല്ലെങ്കിൽ ഓണ്ടർപ്രണർ ആവണമെന്ന് നല്ല ആഗ്രഹമുള്ള ആൾക്കാരെ നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതിൽ പൊട്ടൻഷ്യൽ ഉള്ള ആൾക്കാരെ നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. എഡ്യൂക്കേറ്റഡ് യങ് പീപ്പിൾ ക്യാൻ ബി ടു അച്ചീവ് സംതിങ്. അതേപോലെ തന്നെ എഡ്യൂക്കേഷനുള്ള അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ അച്ചീവ് ചെയ്തിട്ടുള്ള ചെറിയ ആൾക്കാർക്ക്, യങ് പീപ്പിളിന് വളരെ സുഖമായിട്ട് അവർക്ക് എന്തെങ്കിലും തന്നെ അച്ചീവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അടുത്താണ് ദേ ക്യാൻ ബി ഹെൽപ്പ് ടു സെക്യൂർ നെസസറി ഇൻഫ്രാസ്ട്രക്ചർ അസിസ്റ്റൻസ്. അതേപോലെ തന്നെ ഇങ്ങനെയുള്ള ട്രെയിനിങ്ങിലൊക്കെ നമ്മൾ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഇൻഫ്രാസ്ട്രക്ചർ ഹെൽപ്പ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് നമുക്ക് എളുപ്പം സെക്യൂർ ചെയ്യാൻ വേണ്ടി ഈ പറയുന്ന ട്രെയിനിങ്സ് ഒക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ്. വേസ്റ്റ്, സ്ക്രാപ്പ് ആൻഡ് ഡിഫക്റ്റീവ് ഇൻ ദ പ്രൊഡക്ഷൻ പ്രോസസ് ക്യാൻ ബി മിനിമൈസ്ഡ്. കൃത്യമായിട്ട് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്തതിനാൽ ഓരോ പ്രൊഡക്ഷൻ പ്രോസസ്സിലുണ്ടാവുന്ന വേസ്റ്റേജും ഡിഫക്റ്റീവ്നെസ് ഒക്കെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. കാരണം കൃത്യമായിട്ട് അത് ചെയ്യേണ്ടത് എങ്ങനെയുള്ള നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ഗൈഡ് ലൈൻസ് കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അവർ ഭംഗിയായിട്ട് ആ സംഭവം ചെയ്തോളൂല്ലോ. അതുകൊണ്ട് തന്നെ അങ്ങനെ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ വേസ്റ്റേജും ഡിഫക്റ്റീവ്നെസ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടി സാധിക്കും. ആൻഡ് ദ ലാസ്റ്റ് പോയിന്റ് ആണ് ഗുഡ് റിലേഷൻ ബിറ്റ്വീൻ എംപ്ലോയീസ് ആൻഡ് മാനേജർ ക്യാൻ ബി ഇംപ്രൂവ് ത്രൂ ട്രെയിനിങ് പ്രോഗ്രാംസ്. അതേപോലെ തന്നെ എന്താണ്, ട്രെയിനിങ് പ്രോഗ്രാംസ് കൊടുക്കുമ്പോൾ എംപ്ലോയീസും മാനേജറും തമ്മിലുള്ള ഒരു ഗുഡ് റിലേഷൻഷിപ്പ് അങ്ങോട്ട് ഇംപ്രൂവ് ചെയ്യാൻ അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യും. ഇതെല്ലാമാണ് മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നതാണ് കണ്ടന്റ്സ് ഓഫ് ദ ട്രെയിനിങ് പ്രോഗ്രാം. ഒരു ട്രെയിനിങ് പ്രോഗ്രാമിൽ എന്തൊക്കെ കണ്ടന്റ്, അതിൽ എന്തൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട് നമുക്ക് നോക്കാം. അപ്പോൾ എപ്പോഴും യൂഷ്വലി ദ ട്രെയിനിങ് പ്രോഗ്രാം ഈസ് ഓഫ് 6 weeks ഡ്യൂറേഷൻ ആൻഡ് ഇൻക്ലൂഡ് ദ ഫോളോയിങ് കണ്ടന്റ്സ്. എപ്പോഴും ഒരു ട്രെയിനിങ് പ്രോഗ്രാം എന്ന് പറയുമ്പോൾ ഒരു 6 week ഡ്യൂറേഷൻ എങ്കിലും അതിൽ ഉണ്ടായിരിക്കും. ഇനി എന്തൊക്കെ അതിലുണ്ടെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെയാണ് ജനറൽ ഇൻട്രൊഡക്ഷൻ ടു ഓണ്ടർപ്രണർഷിപ്പ്. ഒരു ജനറൽ ഇൻട്രൊഡക്ഷൻ പ്രൊവൈഡ് ചെയ്യുക, അതാണ് ഏറ്റവും ഫസ്റ്റ് കണ്ടന്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് ഫസ്റ്റ് സ്റ്റേജ് ദ പാർട്ടിസിപ്പൻസ് ആർ എക്സ്പോസ്ഡ് ടു ജനറൽ അവയർനെസ് റിഗാർഡിംഗ് ഓണ്ടർപ്രണർഷിപ്പ്. ഓണ്ടർപ്രണർഷിപ്പ് എന്താണെന്ന് പറ്റിയുള്ള ഒരു ജനറൽ അവയർനെസ് ആയിരിക്കും ഏറ്റവും ഫസ്റ്റ് സ്റ്റേജിൽ നമ്മുടെ പാർട്ടിസിപ്പൻസിന് പ്രൊവൈഡ് ചെയ്യാം. ദേ ആർ ഗീവൺ ഇൻഫോർമേഷൻ റിഗാർഡിംഗ് ദ ഫാക്ടർ അഫക്റ്റിംഗ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി, റോൾ ഓഫ് ഓണ്ടർപ്രണർ ഇൻ എക്കണോമിക് ഡെവലപ്മെന്റ്. അപ്പോൾ എന്തൊക്കെ പറ്റിയുള്ള കാര്യങ്ങൾ കൊടുക്കുക, നമ്മുടെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, അതേപോലെ തന്നെ എക്കണോമിക് ഡെവലപ്മെന്റിൽ ഈ ഓണ്ടർപ്രണേഴ്സിന്റെ റോൾ എന്തൊക്കെയാണ്, അതേപോലെ തന്നെ ഓണ്ടർപ്രണറൽ ബിഹേവിയർ ആൻഡ് ദ ഫെസിലിറ്റീസ് അവൈലബിൾ ടു ഓണ്ടർപ്രണേഴ്സ്. ഓണ്ടർപ്രണറൽ ബിഹേവിയർ എന്താണെന്നും അതേപോലെ അവർക്ക് ആ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഫെസിലിറ്റീസ് എവിടെയൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫോർ സെറ്റിംഗ് അപ്പ് ദെയർ ഓൺ സ്മോൾ സ്കെയിൽ എന്റർപ്രൈസ്. ആ സ്വന്തമായിട്ട് സ്മോൾ സ്കെയിൽ എന്റർപ്രൈസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഫെസിലിറ്റീസ് എങ്ങനെയൊക്കെയാണ് അവൈലബിൾ ആവുന്നത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്ന ആ ഒരു ജനറൽ അവയർനെസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്റ്റേജാണ് ഈ ജനറൽ ഇൻട്രൊഡക്ഷൻ ടു ഓണ്ടർപ്രണർഷിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി രണ്ടാമത്തെയാണ് അച്ചീവ്മെന്റ് മോട്ടിവേഷൻ ട്രെയിനിങ്, AMT. This training aims at inducing and increasing the need for achievement among the participants. ഈ ഒരു സ്റ്റേജിലാണ് ആ ഒരു പാർട്ടിസിപ്പൻസിനുള്ളിൽ അവർക്ക് നേടണം എന്നൊരു ആഗ്രഹം കൊണ്ടുവരുന്നത്. ഇറ്റ് ഹെൽപ്പ് ടു ഡെവലപ്പ് ദ സൈക്കോളജിക്കൽ ട്രേറ്റ്സ് ഓഫ് ദ ഓണ്ടർപ്രണർഷിപ്പ്. അവർക്ക് ഉള്ളിൽ സൈക്കോളജിക്കലായിട്ട് തന്നെ അവർക്ക് തോന്നാണ് അവർക്ക് ബിസിനസ്മാൻ ആവണം, അല്ലെങ്കിൽ ഒരു ഓണ്ടർപ്രണർഷിപ്പ് അല്ലെങ്കിൽ ഒരു എന്റർപ്രൈസ് സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ അവർക്ക് തോന്നുന്നതാണ്. റിസ്ക് ടേക്കിംഗ് കപ്പാസിറ്റി, ഇനിഷ്യേറ്റീവ് ഫോർ ഹാർഡ് വർക്ക്, സെൽഫ് അവെയർനെസ്, സെൽഫ് കോൺഫിഡൻസ് എക്സെട്ര ക്യാൻ ബി ഡെവലപ്പ് ത്രൂ AMT. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ എന്തൊക്കെയാണ് നമ്മുടെ ആ ഒരു വ്യക്തിയുടെ റിസ്ക് ടേക്കിംഗ് കപ്പാസിറ്റി ഇമ്പ്രൂവ് ചെയ്യാനും, ഹാർഡ് വർക്കിന് വേണ്ടിയുള്ള ഇനിഷ്യേറ്റീവ്സ് പ്രൊവൈഡ് ചെയ്യാനും, സെൽഫ് അവയർനെസ് താൻ ആരാണെന്ന് കൃത്യം മനസ്സിലാക്കാനും, സെൽഫ് കോൺഫിഡൻസ് കൊണ്ടുവരാനും ഇതെല്ലാം ഡെവലപ്പ് ചെയ്യുന്നത് ഈ ഒരു സെക്കൻഡ് സ്റ്റേജിലാണ് അച്ചീവ്മെന്റ് മോട്ടിവേഷൻ ട്രെയിനിങ് AMT. ഓക്കെ, അടുത്ത മൂന്നാമത്തെയാണ് ടെക്നിക്കൽ നോ ഹൗ ആൻഡ് സ്കില്ല്. ടെക്നിക്കൽ നോ ഹൗ ആൻഡ് സ്കില്ല് എന്തൊക്കെ വരും നോക്കാം. The entrepreneur has to select particular idea of business from various alternatives and develop knowledge for the technical aspect of his business. അല്ലേ, നമുക്ക് ഒറ്റൊരു മാർഗം മാത്രമായിരിക്കില്ല. ആ ഒരു ബിസിനസ് റൺ ചെയ്യുമ്പോൾ നമുക്ക് വേരിയസ് ഓൾട്ടർനേറ്റീവ്സ് വരും. അപ്പോൾ അതിൽ നിന്നുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സാധനം സെലക്ട് ചെയ്യണം. Technical know-how of the entrepreneur help in tracing out the source of raw material, manufacturing process and the cost of production. നമുക്ക് കൃത്യമായിട്ട് ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിന് എന്തോരം പ്രൈസ് വരും, ഈ റോ മെറ്റീരിയൽ എവിടെ അവൈലബിൾ ആയിട്ടും, അങ്ങനെ ടെക്നിക്കൽ നോഹൗ കൃത്യമായിട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള റോ മെറ്റീരിയൽസും മാനുഫാക്ചറിങ് പ്രോസസ്സും കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനും എല്ലാം തന്നെ സെറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിക്കും. അതാണ് ടെക്നിക്കൽ നോഹൗ ആൻഡ് സ്കിൽ ഇതിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്താണ് ഇനി മാനേജീരിയൽ സ്കിൽ.
റണ്ണിങ് എ ബിസിനസ് വെദർ ലാർജ് ഓർ സ്മോൾ റിക്വയർ മാനേജർ സ്കിൽ. ഒരു ബിസിനസ് റൺ ചെയ്യുമ്പോൾ അത് സ്മോൾ ആയിക്കോട്ടെ ലാർജ് ബിസിനസ് ആയിക്കോട്ടെ അവിടെ എന്ത് റിക്വയർഡ് ആണ്? മാനേജർ സ്കില്ല് വളരെ അത്യാവശ്യമാണ്. Some entrepreneurs feel that they are insufficient in managing their business because many of them lack manager skill. ഒരു ഓൺടർപ്രണറിന് എപ്പോഴും തന്നെ ആ ഒരു ഏറ്റവും കുറവ് തോന്നിയിട്ടുള്ളത് മാനേജ് സ്കില്ലേക്ക്. എല്ലാ ഡിപ്പാർട്ട്മെന്റ്സ് ഇപ്പോൾ സിംഗിൾ ഒരു സ്മോൾ ഇൻഡസ്ട്രി ഒക്കെ ആണെങ്കിൽ, സ്മോൾ ബിസിനസ് ഫോം ആണെങ്കിൽ അവിടെ നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റ്സ് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ എല്ലാം കൺട്രോൾ ചെയ്യേണ്ടത് ഇപ്പോൾ പ്രൊഡക്ഷൻ ആയിക്കോട്ടെ, അത് മാർക്കറ്റിംഗ് ആയിക്കോട്ടെ, സെയിൽസ് ആയിട്ട് എല്ലാം കൺട്രോൾ ഒറ്റ വ്യക്തിയായിരിക്കും. അപ്പോൾ അയാൾക്ക് വേണ്ടത് എന്താണ്? ഏറ്റവും കൂടുതൽ മാനേജർ സ്കില്ലാണ്. അതിൽ ഇൻസഫിഷ്യൻ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ആ ബിസിനസ് നല്ല രീതിയിൽ റൺ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനാണ് ഈ ട്രെയിനിങ്ങിലൂടെ മാനേജർ സ്കിൽ എന്ന സെക്ഷൻ വെച്ചിട്ടുള്ളത്. സോ it needs certain skill in the functional area of management like finance, production, marketing. ഈ പറയുന്ന ഫിനാൻസ് സെക്ഷനിലായിക്കോട്ടെ, പ്രൊഡക്ഷൻ ആയിക്കോട്ടെ, മാർക്കറ്റിംഗ്, ഇതെല്ലാത്തിലും ഒരാൾ തന്നെ ഓടി നടക്കണം. അപ്പോൾ ആ ഒരു സ്കില്ല് ഇംപ്രൂവ് ചെയ്യുക. ഇനി അടുത്താണ് മാർക്കറ്റ് സർവേ. Entrepreneurs who attend training program have the opportunity to conduct market survey about their products. അപ്പോൾ ഓൺടർപ്രണേഴ്സ് ഈ ട്രെയിനിങ് പ്രോഗ്രാമിന് അറ്റൻഡ് ചെയ്യുന്ന ഓൺടർപ്രണേഴ്സിന് ഈ ട്രെയിനിങ് പ്രോഗ്രാം എന്തൊരു ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? അവർക്ക് അവരുടെ പ്രൊഡക്റ്റിന് എന്തോരം ഡിമാൻഡ് ഉണ്ട് എന്നറിയാൻ വേണ്ടിയുള്ള മാർക്കറ്റ് സർവേ നടത്താനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാൻ പറ്റും നമ്മുടെ പ്രൊഡക്റ്റ് എന്തോരം ആൾക്കാർ സ്വീകരിക്കും ഇല്ലയോ എന്നൊക്കെ കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇനി 6ാമത്തെ പോയിന്റ് ആണ് പ്രോജക്റ്റ് പ്രിപ്പറേഷൻ. പ്രോജക്റ്റ് പ്രിപ്പറേഷൻ ഈസ് കൺസേൺ വിത്ത് ദ മോസ്റ്റ് ഫീസിബിൾ ബിസിനസ് ഓപ്പർച്യൂണിറ്റി. ഓക്കെ, അപ്പോൾ എന്താണ് ഏറ്റവും ഫീസിബിൾ, ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ള ബിസിനസ് ഓപ്പർച്യൂണിറ്റി വെച്ചായിരിക്കും പ്രോജക്റ്റ് പ്രിപ്പയർ ചെയ്യുക. ഇൻഫോർമേഷൻ റിഗാർഡിംഗ് ഫീസിബിൾ ഓപ്പർച്യൂണിറ്റി ക്യാൻ ബി കളക്ടഡ് ഫ്രം ദ ട്രെയിനിങ് സെന്റേഴ്സ്. പ്രോജക്റ്റ് ക്യാൻ ബി പ്രിപ്പയർഡ്. എങ്ങനെയാണ് ഈ ട്രെയിനിങ് സെന്റേഴ്സിനൊക്കെ നമ്മൾ ഈ ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുക, എന്നിട്ടേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു പ്രോജക്റ്റ് പ്രിപ്പയർ ചെയ്യുക. അടുത്താണ് സപ്പോർട്ട് സിസ്റ്റം. ഇൻ ഓൾ ഓൺടർപ്രണർ ഡെവലപ്മെന്റ് പ്രോഗ്രാം സപ്പോർട്ട് സിസ്റ്റം ഹാസ് എ ക്രിട്ടിക്കൽ റോൾ ഓഫ് ടു പ്ലേ. അപ്പോൾ ഈ പറയുന്ന ഈ ഓൺടർപ്രണർ ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് മെയിൻ നടത്തുന്നത് എന്ത് വഴിയാണ്? ഈ ഓൺടർപ്രണേഴ്സിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ സപ്പോർട്ട് സിസ്റ്റം വളരെ ഇമ്പോർട്ടൻറ്റ് റോൾ തന്നെ പ്ലേ ചെയ്യുന്നുണ്ട്. ദ ട്രെയിനിങ് പ്രോഗ്രാം ഇൻക്ലൂഡ് ഇൻഫോർമേഷൻ അബൌട്ട് സപ്പോർട്ട് സിസ്റ്റം. അപ്പോൾ ഈ ട്രെയിനിങ് പ്രോഗ്രാം പ്രൊവൈഡ് ചെയ്യുമ്പോൾ എവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് സപ്പോർട്ട് കിട്ടും എന്ന കാര്യം കൂടി അവർക്ക് പറഞ്ഞു കൊടുക്കും. The support system consists of individual, institution providing assistance to entrepreneur. ചിലപ്പോൾ അത് ഇൻഡിവിജ്വൽ ആവും അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെയാവാം. ആരൊക്കെയാണ് ഈ ഓൺടർപ്രണേഴ്സ് സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് അങ്ങനെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കും. ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് പ്രൊവൈഡിങ് ഓൺടർപ്രണേഴ്സ് വിത്ത് സപ്പോർട്ട് ഫ്രം വേരിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഏജൻസി ഫോർ ഗെറ്റിംഗ് അപ്പ് റണ്ണിങ് സ്മോൾ സ്കെയിൽ എന്റർപ്രൈസ്. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ വ്യക്തിക്ക് ആ ഒരു ബിസിനസ് സെറ്റപ്പ് ചെയ്ത് റൺ ചെയ്യാൻ വേണ്ടിയുള്ള എല്ലാ അസിസ്റ്റൻസും സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യുക, അത് കണ്ടുപിടിച്ച് കൊടുക്കുക, അത് അങ്ങനെയുള്ളൊരു സപ്പോർട്ട് സിസ്റ്റത്തിലേക്ക് ഏൽപ്പിക്കുക എന്നതൊക്കെയാണ് ഈ സപ്പോർട്ട് സിസ്റ്റം എന്ന 7th പോയിന്റിലൂടെ ഉദ്ദേശിക്കുന്നത്. അടുത്ത ലാസ്റ്റ് പോയിന്റ് ആണ് പ്ലാന്റ് വിസിറ്റ്. എന്താണ് പ്ലാന്റ് വിസിറ്റ് നോക്കാം. In order to familiarize the participants with the real life situation in small enterprise, plant visit are arranged. നമ്മൾ ബുക്കിലുള്ളത് മാത്രം പഠിച്ചിട്ട് കാര്യമില്ല. എന്താണ് നമുക്ക് റിയൽ ലൈഫ് സിറ്റുവേഷനിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാൻ വേണ്ടി ഇവർ എന്ത് അറേഞ്ച് ചെയ്യുന്നുണ്ട്? പ്ലാൻ വിസിറ്റ്. നിലവിലുള്ള ഇതിലും ബിസിനസ് ഫോംസ് വിസിറ്റ് ചെയ്യുന്ന രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടോ. ദിസ് ഹെൽപ് ദ ഓൺടർപ്രണേഴ്സ് ടു നോ മോർ അബൌട്ട് ദ ഓൺടർപ്രണേഴ്സ് ബിഹേവിയർ, പേഴ്സണാലിറ്റി, തോട്ട് ആൻഡ് ആസ്പിരേഷൻ. അപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന ഓരോ വ്യക്തികളുടെയും അവരുടെ ബിഹേവിയർ, അവരുടെ പേഴ്സണാലിറ്റി, അവരുടെ തോട്ട് എന്താണ്, അവരുടെ ആസ്പിരേഷൻ എന്താണെന്ന് എല്ലാ കാര്യവും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. This knowledge help the entrepreneur to behave according to their real life situation. അപ്പോൾ ഈ ഒരു നോളജ് അവർക്ക് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്താൽ എങ്ങനെ പെരുമാറണം എന്ന് അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. Okay, in short, the ultimate objective of entrepreneurial development program is to make the participant or trainee prepared to start their own enterprise after completion of the training program. ഇവരുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് എന്താണ്? ഈ പറയുന്ന പാർട്ടിസിപ്പൻസ് അല്ലെങ്കിൽ ട്രെയിനീസിനെ അവരെ കൊണ്ട് സ്വന്തമായിട്ട് ഒരു ബിസിനസ് എന്റർപ്രൈസ് സെറ്റ് ചെയ്യാനും അത് അങ്ങനെ ആ ഒരു ട്രെയിനിങ് പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ തന്നെ അവർക്ക് അതിനുള്ള എല്ലാ കപ്പാസിറ്റിയും കൊണ്ടുവരാൻ വേണ്ടി, അതാണ് അവരുടെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങളാണ് ഇതിലുള്ളത്. നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് നമ്മുടെ ഈ പറയുന്ന ട്രെയിനിങ് പ്രോഗ്രാമിന്റെ കണ്ടന്റ് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നതാണ് എന്താണ് ഓൺടർപ്രണറിയൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം, എന്താണ് EDP. ഇത് മിക്ക ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പോൾ എന്താ നോക്കാം. ഓൺടർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് ഈസ് എ സിസ്റ്റമാറ്റിക് ആൻഡ് ഓർഗനൈസ്ഡ് ആക്ടിവിറ്റി. ഓൺടർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സിസ്റ്റമാറ്റിക്കും അതേപോലെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ആക്ടിവിറ്റിയും കൂടിയാണ്. ഇറ്റ് ആക്ട് ആസ് എ കാറ്റലിറ്റിക് ഏജന്റ് ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് ആൻ ഇൻഡസ്ട്രി. ആ ഒരു ഇൻഡസ്ട്രി ഡെവലപ്മെന്റ് വേണ്ടിയുള്ള ഒരു ഏജന്റിനെ പോലെയാണ് മെയിനായിട്ട് ഈ EDP ആക്ട് ചെയ്യുന്നത്. Entrepreneurial development program means any program that intend to develop entrepreneurship.
അപ്പോൾ എന്താണ് ഓൺട്രപ്രണർഷിപ്പ് എന്ന സംഭവം അത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നടത്തുന്ന എല്ലാ പ്രോഗ്രാമുകളെയും വിളിക്കുന്ന പേരാണ് ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടുള്ളത്. It is designed to help a person in identifying and strengthening his entrepreneurial motive and worth. അപ്പോൾ ഈ ഒരു ഇതിലൂടെ അവരെ മെയിനായിട്ട് എന്താ നോക്കുന്നത്, ഒരു വ്യക്തിയുടെ ഓൺട്രപ്രണറൽ മോട്ടീവ്സും വോത്തും എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് അത് സ്ട്രെങ്തൻ ചെയ്യുക. അതാണ് മെയിനായിട്ട് ഇങ്ങനെയുള്ള പ്രോഗ്രാംസിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് ഈ EDPയുടെ ഒബ്ജക്റ്റീവ്. ഒബ്ജക്റ്റീവ് മെയിനായിട്ട് ഷോർട്ട് ടേം ഒബ്ജക്റ്റീവായിട്ടും ലോങ് ടേം ഒബ്ജക്റ്റീവായിട്ടും അതർ ഒബ്ജക്റ്റീവായിട്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഷോർട്ട് ടേം ഒബ്ജക്റ്റീവ് എന്താണ് ഷോർട്ട് ടേം ഒബ്ജക്റ്റീവ്. ഷോർട്ട് ടേം ഒബ്ജക്റ്റീവ് ഇംപ്ലൈ ദ ഒബ്ജക്റ്റീവ് വിച്ച് ആർ ടു ബി അച്ചീവ്ഡ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് പ്രോഗ്രാം. നമ്മുടെ ഈ പറയുന്ന ഈ ഒരു പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്ത് ഇമ്മീഡിയറ്റ്ലി അച്ചീവ് ചെയ്യേണ്ട ഒബ്ജക്റ്റീവ് വിളിക്കുന്ന പേരാണ് ഷോർട്ട് ടേം ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുള്ളത്. They aim at preparing a person for an entrepreneurial venture and helping him to fix goal of his life as an entrepreneur. അപ്പോൾ എന്താണ് ആ ഒരു വ്യക്തിനെ ഒരു ഓൺട്രപ്രണറിയൽ വെഞ്ചർ, ഒരു ബിസിനസ് ഫേം സ്റ്റാർട്ട് ചെയ്യാനും അതേപോലെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഗോൾ സെറ്റ് ചെയ്ത് കൊടുക്കാനൊക്കെ വേണ്ടിയാണ് മെയിൻ ആയിട്ടുള്ള ഷോർട്ട് ടേം ഒബ്ജക്റ്റീവ് എന്ന് ഉദ്ദേശിക്കുന്നത്. നമുക്ക് എന്താണ് ലോങ് ടേം ഒബ്ജക്റ്റീവ് നോക്കാം. Long term objective intend to equip a person with all the skill required for the establishment and smooth functioning of business venture. ഒരു ബിസിനസ് വെഞ്ചർ എസ്റ്റാബ്ലിഷ് ചെയ്യാനും അത് സ്മൂത്തായിട്ട് നടത്തി പോകാനും വേണ്ടി ഒരു വ്യക്തിക്ക് എന്തൊക്കെ സ്കില്ല് വേണോ അതെല്ലാം അയാൾക്ക് കൊണ്ട് കൊടുക്കുക, അല്ലെങ്കിൽ അയാൾക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നതാണ് ലോങ് ടേം ഒബ്ജക്റ്റീവ്. ഓക്കെ, അടുത്ത എന്താണ് ഇനി അതർ ഒബ്ജക്റ്റീവ്സ് നോക്കാം. ഒന്നാമത്തെയാണ് ടു ഐഡൻറ്റിഫൈ ആൻഡ് ട്രെയിൻ പൊട്ടൻഷ്യൽ ഓൺട്രപ്രണർ ഇൻ ദ റീജിയൻ. ആ ഒരു പർട്ടിക്കുലർ റീജിയനിലുള്ള ആൾക്കാരിൽ നിന്ന് ഏറ്റവും പൊട്ടൻഷ്യൽ ഓൺട്രപ്രണേഴ്സ് ആരെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും അവർക്ക് വേണ്ടതായിട്ടുള്ള ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുക. രണ്ടാമത് ടു ഡെവലപ്പ് നെസസറി നോളജ് ആൻഡ് സ്കിൽ എമംഗ് ദം. അതേപോലെ തന്നെ ഈ കണ്ടുപിടിച്ച പൊട്ടൻഷ്യൽ ഓൺട്രപ്രണേഴ്സിൽ വേണ്ട നോളജും സ്കില്ലും ഡെവലപ്പ് ചെയ്യുക. മൂന്നാമത്തത് ടു ഡെവലപ്പ് ആൻഡ് സ്ട്രെങ്തൻ ഓൺട്രപ്രണറൽ ക്വാളിറ്റി ആൻഡ് മോട്ടിവേഷൻ. അതേപോലെ തന്നെ ഈ പറയുന്ന ഓൺട്രപ്രണറൽ ക്വാളിറ്റിയും മോട്ടിവേഷൻസും ഡെവലപ്പ് ചെയ്തതൊന്ന് സ്ട്രെങ്തൻ ചെയ്യുക. അടുത്ത പോയിന്റ് to help in selecting most suitable product from the market and the entrepreneur. അപ്പോൾ എന്താണ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് മാർക്കറ്റിൽ നിന്ന് സെലക്ട് ചെയ്യാനുള്ള അതിനുള്ള ഹെൽപ്പിംഗ് പ്രൊവൈഡ് ചെയ്യുക. പിന്നെന്താണ് ടു എനേബിൾ ദ ഓൺട്രപ്രണേഴ്സ് ടു കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി ആൻഡ് എഫക്റ്റീവ്ലി. ഓൺട്രപ്രണേഴ്സിനെ അവർക്ക് വളരെ എളുപ്പത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും എഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ആ ഒരു എബിലിറ്റി ഓൺട്രപ്രണേഴ്സിൽ കൊണ്ടുവരാം. കമ്മ്യൂണിക്കേഷൻ സ്കിൽ വളരെ അത്യാവശ്യമാണ് ഓൺട്രപ്രണേഴ്സിന്, അപ്പോൾ അത് ബെറ്റർ ആക്കാം. പിന്നെന്താണ് ടു പ്രൊവൈഡ് എ ബേസിക് മാനേജർ സ്കിൽ ടു റൺ ദ പ്രൊജക്ട് എഫക്റ്റീവ്ലി ആൻഡ് എഫിഷ്യൻ്റ്ലി. അപ്പം എന്താണ് ആ ഒരു പേഴ്സണ് വേണ്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള മാനേജർ സ്കില്ല് പ്രൊവൈഡ് ചെയ്യുക. കാരണം അവർക്ക് കൃത്യമായിട്ട് അവരുടെ പ്രൊജക്റ്റ് എഫക്റ്റീവായിട്ടും എഫിഷ്യൻ്റ് ആയിട്ട് റൺ ചെയ്യാൻ വേണ്ടി സാധിക്കണം. അടുത്തത് ടു ഡെവലപ്പ് വേരിയസ് ബിസിനസ് റിലേറ്റഡ് സ്കിൽ ഓഫ് മാർക്കറ്റിംഗ്, ക്വാളിറ്റി മാനേജ്മെന്റ്, പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, പേഴ്സണൽ മാനേജ്മെന്റ്. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ബിസിനസ്സിൽ വരുന്ന കാര്യങ്ങളാണ്. ഓരോ സെഗ്മെന്റ്സ് ആണ്. മാർക്കറ്റിംഗ് ആയിക്കോട്ടെ, ക്വാളിറ്റി മാനേജ്മെന്റ് ആയിക്കോട്ടെ, പ്രൊഡക്ഷൻ ആയിക്കോട്ടെ, ഡിസ്ട്രിബ്യൂഷൻ, പേഴ്സണൽ മാനേജ്മെന്റ് ഒക്കെ. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്നിച്ച് കൈകാര്യം ചെയ്യാൻ പറ്റണം. അപ്പോൾ അതിനുള്ള സ്കില്ലെല്ലാം എന്താണ് ഓൺട്രപ്രണേഴ്സിന് പ്രൊവൈഡ് ചെയ്യണം. അടുത്തത് ടു ഡെവലപ്പ് ടീം ബിൽഡിംഗ്, ടെക്നോളജിക്കൽ അപ്ഗ്രഡേഷൻ, ബോർഡ് വിഷൻ അബൌട്ട് ബിസിനസ് എക്സെട്ര. അപ്പോൾ എന്താണ് ടീം ബിൽഡിംഗ് ഡെവലപ്പ് ചെയ്യാനും അതേപോലെ നമ്മുടെ ടെക്നോളജി മാറുമ്പോൾ അതനുസരിച്ച് അതിൽ അപ്ഗ്രഡേഷൻ വരുത്താനും നമ്മുടെ ബിസിനസ് റൺ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ബ്രോഡ് വിഷൻ നമുക്ക് വേണം. ആ വിഷൻ എനേബിൾ ചെയ്യാനും ഇതെല്ലാത്തിനും വേണ്ടി ഹെൽപ്പ് ചെയ്യും ഈ പറയുന്ന EDP. അടുത്തെന്താണ് ടു ഡെവലപ്പ് എ പാഷൻ ഫോർ ഇൻറ്റഗ്രിറ്റി, ഓണസ്റ്റി, ഇൻഡസ്ട്രിയൽ ഡിസിപ്ലിൻ. നമുക്ക് ആ ഒരു ഇൻറ്റഗ്രിറ്റി അല്ലെങ്കിൽ സത്യസന്ധത, ഓണസ്റ്റിയും ഇൻഡസ്ട്രിയൽ ഡിസിപ്ലിൻ എല്ലാം മെയിൻറ്റെയിൻ ചെയ്യാൻ അതിനൊരു പാഷൻ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഈ പറഞ്ഞ EDP നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. അടുത്തെന്താണ് to make the entrepreneur learn the basic of industrial law, factory act, workers right, expectation to overcome the legal problems. അപ്പോൾ എന്താണ് ഒരു ബിസിനസ് റൺ ചെയ്യുമ്പോൾ അതിൻ്റെ നിയമപരമായുള്ള സൈഡും കൂടി അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇൻഡസ്ട്രിയൽ ലോ പറ്റിയുള്ള ബേസിക് നോളജ്, ഫാക്ടറി ആക്ടിനെ പറ്റിയുള്ള നോളജ്, വർക്കേഴ്സിന് എന്തൊക്കെ റൈറ്റ് ഉണ്ട് അതിനെ പറ്റിയുള്ള നോളജും അതെ. അപ്പോൾ ഇതിങ്ങനെ വരുമ്പോൾ നമുക്ക് ലീഗൽ പ്രോബ്ലംസ് നിന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി സാധിക്കും, അല്ലെങ്കിൽ അത് വരാണ്ടിരിക്കാൻ വേണ്ടി നമുക്ക് ഹെൽപ്പ് ചെയ്യും. To know the source of help and support available for starting small enterprise. ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താണ് ആ ഒരു സ്മോൾ എൻ്റർപ്രൈസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് എവിടെ നിന്നൊക്കെ ഹെൽപ്പ് കിട്ടും, എവിടെ നിന്നൊക്കെ സപ്പോർട്ട് കിട്ടും എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇതെല്ലാമാണ് മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഇതൊക്കെയാണ് EDPയുടെ മെയിൻ ഒബ്ജക്റ്റീവ്സ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ് മെത്തഡോളജി ഓഫ് EDP.
അപ്പോൾ EDP എന്ന് പറയുമ്പോൾ അവിടെ ഏതൊക്കെ സ്റ്റെപ്പ് അല്ലെങ്കിൽ ഏതൊക്കെ ഫേസസ് ഉള്ളത് നോക്കാം. നമുക്ക് മെയിനായിട്ട് EDP എന്ന പ്രോഗ്രാം, ഓണ്ടർപ്രണറിയൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമിനെ 3 സ്റ്റെപ്പായിട്ട് അല്ലെങ്കിൽ 3 ഫേസ് ഡിവൈഡ് ചെയ്യാം. ഒന്നാമത്തെയാണ് ഇനീഷ്യൽ സ്റ്റെപ്പ് ഓർ പ്രീ ട്രെയിനിങ്. ഇനീഷ്യൽ സ്റ്റെപ്പ് അല്ലെങ്കിൽ പ്രീ ട്രെയിനിങ് എന്ന് പറയും. രണ്ടാമത്തെ ട്രെയിനിങ് ഓർ ഡെവലപ്മെന്റ്. മൂന്നാമത്തെ പോസ്റ്റ് ട്രെയിനിങ് ഓർ ഫോളോ അപ്പ്. ഇപ്പോൾ ഈ 3 കാര്യങ്ങളാണ് 3 സ്റ്റെപ്സ് ഓഫ് മെത്തഡോളജി ഓഫ് EDP. EDP മെത്തഡോളജിയിലെ 3 സ്റ്റെപ്പ് ഏതൊക്കെയാണ്? ഇനീഷ്യൽ സ്റ്റെപ്പ് അല്ലെങ്കിൽ എന്താ പറയുക അതിനെ പ്രീ ട്രെയിനിങ് എന്ന് പറയും. രണ്ടാമത്തെ ട്രെയിനിങ് അല്ലെങ്കിൽ ഡെവലപ്മെന്റ് എന്ന് പറയും. മൂന്നാമത്തെ പോസ്റ്റ് ട്രെയിനിങ് അല്ലെങ്കിൽ ഫോളോ അപ്പ് എന്ന് പറയും. അപ്പോൾ ഒന്നാമത്തെയാണ് ഇനി ഇനീഷ്യൽ ഓർ പ്രീ ട്രെയിനിങ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് നോക്കാം. അത് സ്റ്റേജ് ദ പ്രിപ്പറേഷൻ ഫോർ കണ്ടക്ടിങ് ദ ട്രെയിനിങ് പ്രോഗ്രാംസ് ആർ മെയ്ഡ്. ആ ഒരു ട്രെയിനിങ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് ചെയ്യുന്ന ഒരു സ്റ്റേജ് ആണ് ഈ ഇനീഷ്യൽ അല്ലെങ്കിൽ പ്രീ ട്രെയിനിങ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളത്. The success of EDP depend upon the pre-training programs carried out by the training organization. അപ്പോൾ ഈ ഒരു പ്രീ ട്രെയിനിങ് പ്രോഗ്രാംസ് പക്കയായിട്ട് സെറ്റ് ചെയ്താൽ മാത്രമേ നമ്മുടെ ട്രെയിനിങ് ഓർഗനൈസേഷന് ആ ഒരു പ്രോഗ്രാം സക്സസ്ഫുള്ളി കണ്ടക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. അപ്പോൾ എന്തൊക്കെയൊക്കെ ഇതിൽ വരിക? ഈ ഒരു സ്റ്റേജിൽ വരുന്ന എന്തൊക്കെയാണ്? നമ്മൾ ട്രെയിനിങ് വേണ്ടിയുള്ള പ്ലാനിങ് സെറ്റ് ചെയ്യുക, സിലബസ് സെറ്റ് ചെയ്യുക, അതുപോലെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് അറേഞ്ച് ചെയ്യുക. ഇപ്പോൾ ടേബിൾ ചെയർ വേണമെങ്കിൽ ടേബിൾ ചെയർ അറേഞ്ച് ചെയ്യുക, കമ്പ്യൂട്ടേഴ്സ് വേണമെങ്കിൽ കമ്പ്യൂട്ടർ അറേഞ്ച് ചെയ്യുക. അങ്ങനെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഒക്കെ എന്തൊക്കെ വേണം അതൊക്കെ അറേഞ്ച് ചെയ്യുക. പിന്നെ എന്താണ്, ഏറ്റവും നല്ല എലിജിബിൾ പേഴ്സണെ കൊണ്ട് ലെക്ചേഴ്സും വർക്ക്ഷോപ്സും പ്രൊവൈഡ് ചെയ്യുക. ട്രെയിനേഴ്സിന് ഗുണകരമായിട്ടുള്ള രീതിയിൽ അവർക്ക് നോളജ് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ എലിജിബിൾ ആയിട്ടുള്ള പേഴ്സൺസിനെ കൃത്യമായിട്ട് അറേഞ്ച് ചെയ്യുക. പിന്നെ എന്താണ്, നമുക്ക് ആപ്ലിക്കേഷൻ ഫോം വേണം. അപ്പോൾ ആ ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ ഫോം പ്രിപ്പയർ ചെയ്യുക, അത് കൃത്യമായിട്ട് സപ്ലൈ ചെയ്യുക. ട്രെയിനീസ് സെലക്ട് ചെയ്യുക. ആ ഒരു ട്രെയിനിങ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ വരുന്ന ട്രെയിനീസിനെ കൃത്യമായി സെലക്ട് ചെയ്യുക. പിന്നെ എന്താണ്, ആ ഒരു ട്രെയിനിങ് പ്രോഗ്രാം ഇനാഗ്രേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഉദ്ഘാടനം ചെയ്യാനുള്ള അറേഞ്ച്മെന്റ് സെറ്റ് ചെയ്യുക. പിന്നെ എന്താണ്, ട്രെയിനിങ് ഫെസിലിറ്റീസ് ഒക്കെ ഒന്നുകൂടി റിവ്യൂ ചെയ്യുക. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് ആ ഒരു ഇനീഷ്യൽ പ്രീ ട്രെയിനിങ് അല്ലെങ്കിൽ ഇനീഷ്യൽ ആയിട്ടുള്ള ആ ഒരു സ്റ്റെപ്പിൽ വരുന്നത്. അപ്പോൾ എന്തൊക്കെയാണ്? ട്രെയിനിങ്ങിനുള്ള പ്ലാനിങ് സെറ്റ് ചെയ്യുക, സിലബസ് സെറ്റ് ചെയ്യുക, അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി സെറ്റ് ചെയ്യുക, അവർക്ക് ലെക്ചറും വർക്ക്ഷോപ്പും പ്രൊവൈഡ് ചെയ്യാനുള്ള എലിജിബിൾ ആയിട്ടുള്ള പേഴ്സൺസ് ടീച്ചേഴ്സിനെയും ലെക്ചേഴ്സിനെയൊക്കെ സെറ്റ് ചെയ്യുക. പിന്നെ എന്താണ്, ആപ്ലിക്കേഷൻ ഫോംസ് അതിനുള്ള പ്രിപ്പറേഷൻസും സപ്ലൈ ചെയ്യുക. കൃത്യമായിട്ട് ട്രെയിനീസിനെ സെലക്ട് ചെയ്യുക, അവിടെ പഠിച്ചു വരുന്ന ആൾക്കാരെ സെലക്ട് ചെയ്യുക. പിന്നെ നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാം ഇനാഗ്രേറ്റ് ചെയ്യുക. പിന്നെ ട്രെയിനിങ് ഫെസിലിറ്റീസ് ഒക്കെ ഒന്നുകൂടി റിവ്യൂ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ്. രണ്ടാമത്തെയാണ് ട്രെയിനിങ് ഓർ ഡെവലപ്മെന്റ്. രണ്ടാമത്തെ സ്റ്റേജാണ് ട്രെയിനിങ് ഓർ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ദ ട്രെയിനിങ് പ്രോഗ്രാം ഈസ് ഇംപ്ലിമെന്റഡ് അറ്റ് ദിസ് സ്റ്റേജ്. ആ ഒരു ട്രെയിനിങ് പ്രോഗ്രാം ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, നടപ്പിലാക്കുന്നത് ഈ ഒരു സ്റ്റേജിൽ വെച്ചാണ്. അപ്പോൾ എ പോസിറ്റീവ് ചേഞ്ച് ഇൻ ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ദ ട്രെയിനിങ് ടുവേർഡ്സ് ദിസ് പ്രോജക്ട് ഐഡിയാസ്. അപ്പോൾ ഈ ഒരു ഫേസിലൂടെ എന്തൊക്കെ ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റും? നമുക്ക് അവിടെ വന്നിരിക്കുന്ന ഓരോ വ്യക്തികളുടെയും മൈൻഡ് ചേഞ്ച് ചെയ്യും, ഒരു ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യും, ഒരു പോസിറ്റീവ് ചേഞ്ച് നമുക്ക് അവിടെ കൊണ്ടുവരാൻ സാധിക്കും. ചിലപ്പോൾ ഒന്നും അല്ലായിരിക്കും, വെറുതെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരെയും കൊണ്ടും ആ ഒരു പോസിറ്റീവ് ചേഞ്ച് കൊണ്ടുവന്ന് അവരെ ആ ഒരു പ്രൊജക്റ്റിലേക്ക് കൊണ്ടുവരിക. രണ്ടാമത്തേതാണ് പ്രോപ്പർ മോട്ടിവേഷൻ ടു അണ്ടർടേക്ക് എനി ഓൺട്രപ്രണൽ വെഞ്ചർ ആൻഡ് ദ വില്ലിംഗ്നെസ് ടു ബിയർ റിസ്ക് ഇൻവോൾവ് ഇൻ ഇറ്റ്. ഒരു പ്രോപ്പർ മോട്ടിവേഷൻ പ്രൊവൈഡ് ചെയ്തതിനാൽ ഒരു ഓൺട്രപ്രണർ വെഞ്ചർ സ്റ്റാർട്ട് ചെയ്യാനും റിസ്ക് ബിയർ ചെയ്യാനുള്ള ഒരു വില്ലിംഗ്നെസ് ഒക്കെ കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് സാധിക്കും. പിന്നെന്താണ്, ദ പെർസെപ്റ്റബിൾ ചേഞ്ച് ഇൻ ദ ഓൺട്രപ്രണൽ ആറ്റിറ്റ്യൂഡ്, ഔട്ട്ലുക്ക്, സ്കിൽ, റോൾ എക്സെട്ര ഇൻ ദ പാർട്ടിസിപ്പൻസ്. അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഓരോ വ്യക്തിയിലും അവരുടെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുക. പിന്നെ അവരുടെ ഔട്ട്ലുക്ക് ചേഞ്ച് ചെയ്യുക, സ്കില്ല്, റോള് ഇതെല്ലാം ചേഞ്ച് ചെയ്യുക. പിന്നെ എന്താണ്, ഓൺട്രപ്രണൽ ബിഹേവിയർ, ആ ബിഹേവിയർ അതിൽ കൊണ്ടുവരിക. പിന്നെ എന്താണ്, ദ കൈൻഡ്സ് ഓഫ് ഓൺട്രപ്രണൽ ടാലന്റ് ഓർ ട്രേറ്റ്സ് ട്രെയിനി ലാക്ക് ദ മോസ്റ്റ്. ആ ഒരു പർട്ടിക്കുലർ വ്യക്തിക്ക് എന്താണ് കുറവ് അത് മനസ്സിലാക്കി ആ കുറവ് നികത്തി അതിനുള്ള ടാലന്റ് അത് മറക്കും, അല്ലെങ്കിൽ അത് എങ്ങനെ സോൾവ് ചെയ്യാനുള്ള ട്രെയിനിങ്സും ഡെവലപ്പ് ചെയ്യുക. ദ നോളജ് ഓഫ് ടെക്നോളജി, റിസോഴ്സ് ആൻഡ് അതർ നോളജ് റിലേറ്റഡ് ടു ഓൺട്രപ്രണർഷിപ്പ് പ്രോസസ് ബൈ ഹിം. ഇപ്പോൾ നിലവിലുള്ള ടെക്നോളജി എന്തൊക്കെയാണ്, റിസോഴ്സ് എന്തൊക്കെയാണ്, നോളജ്, അങ്ങനെ ഓൺട്രപ്രണർഷിപ്പായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യവും പറ്റുള്ള നോളജ് കൃത്യമായിട്ട് അവർക്ക് പ്രൊവൈഡ് കൊടുക്കാം. ദ റിക്വയർഡ് സ്കിൽ ഇൻ സെലക്ടിങ് ദ പ്രൊജക്ട് ആൻഡ് ദ മൊബിലൈസിങ് ദ റിസോഴ്സ് അറ്റ് ദ റൈറ്റ് ടൈം. ഒരു പ്രൊജക്ട് സെലക്ട് ചെയ്യാൻ വേണ്ടിയുള്ള റിക്വയർഡ് സ്കില്ല് അവർക്ക് ഡെവലപ്പ് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ റിസോഴ്സസ് മൊബിലൈസ് ചെയ്യുക, റൈറ്റ് ടൈമിൽ റൈറ്റ് റിസോഴ്സ് മൊബിലൈസ് ചെയ്യാനുള്ള സ്കില്ലും കൂടി പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് ട്രെയിനിങ് ഡെവലപ്മെന്റിൽ വരുന്നത്. അടുത്തത്, ഈ ഓൺട്രപ്രണർ ട്രെയിനിങ് നമുക്ക് മെയിനായിട്ട് എങ്ങനെയൊക്കെ നടത്താൻ നോക്കാം. ഇൻഡിവിജ്വൽ ട്രെയിനിങ് ഉണ്ടാവും, ഗ്രൂപ്പ് ട്രെയിനിങ് ഉണ്ടാവും, ലെക്ചർ പഠിപ്പിക്കുന്ന പോലെ ക്ലാസ് പോലെ ലെക്ചർ മെത്തേഡ് ഉണ്ടാവും, റിട്ടേൺ ഇൻസ്ട്രക്ഷൻ മെത്തേഡ് ഉണ്ടാവും, ഡെമോൺസ്ട്രേഷൻ മെത്തേഡ് ഉണ്ടാവും, കോൺഫറൻസ് മെത്തേഡ് ഉണ്ടാവും, മീറ്റിംഗ് ആയിട്ട് നടത്തും. ഇതെല്ലാം എന്താണ് ഈ പറയുന്ന ട്രെയിനിങ് ഓർ ഡെവലപ്മെന്റ്. ഈ ഒരു സ്റ്റേജ് നടത്താനുള്ള ഡിഫറെൻറ്റ് വേസ്. നമ്മൾ ഈ പറഞ്ഞ പോയിന്റ്സ് എല്ലാം നടത്തുന്നത് ചിലപ്പോൾ ഇൻഡിവിജ്വൽ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്തിരിക്കും, ഓരോ വ്യക്തിക്കും ഓരോ ട്രെയിനിങ് ആയിരിക്കും, അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ട് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യും,
ലെക്ചർ ആയിരിക്കും, അല്ലെങ്കിൽ റിട്ടേൺ ആയിട്ട് ഇൻസ്ട്രക്ഷൻസ് പ്രൊവൈഡ് ചെയ്യും, അല്ലെങ്കിൽ ഡെമോൺസ്ട്രേഷൻ കാണിച്ചു കൊടുക്കും, അവർക്ക് കൃത്യമായിട്ട് കാണിച്ചു കൊടുക്കും, അല്ലെങ്കിൽ ഒരു കോൺഫറൻസ് സെറ്റ് ചെയ്യും, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു മീറ്റിംഗ് പോലേക്ക് നടത്താം. ഇനി മൂന്നാമത്തെ ഫേസ് അല്ലെങ്കിൽ മൂന്നാമത്തെ സ്റ്റേജ് ആണ് പോസ്റ്റ് ട്രെയിനിങ് ഓർ ഫോളോ അപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളത്. The ultimate objective of all EDP is to prepare the participant to start their enterprise. ഈ EDPയുടെ ഒക്കെ മെയിൻ അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് എന്താണ്? അവരെ കൊണ്ട് അല്ലെങ്കിൽ അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ട്രെയിനീസിനെ കൊണ്ട് ഒരു എന്റർപ്രൈസ് സ്റ്റാർട്ട് ചെയ്യുക എന്നതാണ്. In addition to this, the participants are given necessary financial assistance and infrastructure facility during the phase. അപ്പോൾ ഈ ഫേസിൽ കൃത്യമായിട്ട് അവർക്ക് ഐഡിയാസ് മാത്രം പോരാ, ഒരു ബിസിനസ് സ്റ്റാർട്ടിങ് അതിനു വേണ്ടിയുള്ള ഫിനാൻസ് വേണം. ആ ഫിനാൻസും കൃത്യമായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുത്ത് അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു സ്റ്റേജിലായിരിക്കും. ഇനി നെക്സ്റ്റ് ടോപ്പിക്കാണ് എന്തൊക്കെയാണ് EDPയുടെ റോള്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തൊക്കെയാണ് ഈ EDPയുടെ റോൾ നോക്കാം, എളുപ്പമാണിത്. ഫസ്റ്റ് ആണ് ക്യാപിറ്റൽ ഫോർമേഷൻ. അപ്പോൾ എന്താണ് ഈ EDPയുടെ ഏറ്റവും ഫസ്റ്റ് റോൾ എന്ന് പറയുന്നതാണ് ക്യാപിറ്റൽ ഫോർമേഷൻ. അപ്പോൾ ഈ ക്യാപിറ്റൽ ഫോർമേഷനിലൂടെ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പബ്ലിക്കിൻ്റെ സേവിങ്സ് എല്ലാം മൊബിലൈസ് ചെയ്തിട്ട് അതിനെ ഒരു പ്രൊഡക്റ്റീവ് യൂസിലേക്ക് മാറ്റണം. അതാണ് ക്യാപിറ്റൽ ഫോർമേഷൻ. ആ ഒരു പ്രൊഡക്റ്റീവ് യൂസിലേക്ക് മാറ്റുമ്പോൾ എന്ത് ചെയ്യണത്, അത് നമ്മുടെ ഇൻഡസ്ട്രിയുടെ ഡെവലപ്മെൻറ്റും എക്കണോമിക് ഡെവലപ്മെൻറ്റും നമ്മുടെ രാജ്യത്തിൻ്റെ ഇൻഡസ്ട്രിയിലും എക്കണോമിക് ഡെവലപ്മെൻറ്റിനും വേണ്ടി പബ്ലിക്കിൻ്റെ സേവിങ്സ് എല്ലാം മൊബിലൈസ് ചെയ്ത് ഒരു പ്രൊഡക്റ്റീവ് യൂസിലേക്ക് മാറ്റുക. അതാണ് ക്യാപിറ്റൽ ഫോർമേഷനോട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെയാണ് ഓപ്പർച്യൂണിറ്റി. എന്ത് ഓപ്പർച്യൂണിറ്റി? എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി. അപ്പോൾ നമ്മുടെ ഇവിടെ നമുക്കറിയാം മിക്കവരും എന്താണ് അൺഎംപ്ലോയ്ഡ് ആയിട്ടുള്ള എഡ്യൂക്കേറ്റഡ് യൂത്ത് ആണ്. അവർക്ക് എഡ്യൂക്കേഷൻ ഉണ്ട് പക്ഷേ എംപ്ലോയ്മെൻ്റ് ഇല്ല. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ മാറ്റി അവരെ കൊണ്ട് സെൽഫ് എംപ്ലോയ്മെൻറ്റ് നേടിക്കുക. അവർ വേറൊരാളെ ആശ്രയിക്കാതെ സ്വന്തമായിട്ട് എംപ്ലോയിഡ് ആവുക, മറ്റുള്ളവർക്ക് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുക. ഒരു ബിസിനസ് ഫേം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരാൾക്ക് മാത്രമല്ല, അവിടെ കുറേ പേർക്ക് കൂടി എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ട്. അപ്പോൾ രണ്ടാമത്തെ എന്താണ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി സെറ്റ് ചെയ്യുക. മൂന്നാമത്തെ ലോക്കൽ റിസോഴ്സ്. നമ്മളിങ്ങനെ ചെറിയ ചെറിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റും? നമ്മുടെ ലോക്കലായിട്ട് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സുകൾ നമുക്ക് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതും വളരെ ലോവർ കോസ്റ്റിൽ നമുക്കത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്താണ് ഇനി ബാലൻസ്ഡ് റീജിയണൽ ഡെവലപ്മെൻറ്റ്. ഇങ്ങനെ കുഞ്ഞി ചെറിയ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി സെറ്റ് ചെയ്ത് തരുമ്പോൾ ഈ ബാക്ക്വേർഡ് ഏരിയാസ് പോലും പതുക്കെ എന്ത് ചെയ്യും, ഡെവലപ്പ് ചെയ്ത് തുടങ്ങും. കാരണം നമ്മൾ ഓരോ സ്ഥലങ്ങളിലും ഇപ്പോൾ ഒരു വില്ലേജ് ഏരിയ കൊണ്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പതുക്കെ അവിടുത്തെ ആൾക്കാരുടെ ലിവിങ് സ്റ്റാൻഡേർഡ് ഇമ്പ്രൂവ് ചെയ്യും, അത് ഡെവലപ്പായി തുടങ്ങും. അങ്ങനെ ഒരു ബാലൻസ് റീജിയൻ ഡെവലപ്മെൻറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിക്കും. ഇംപ്രൂവ്ഡ് പെർ ക്യാപിറ്റൽ ഇൻകം. ഓരോ വ്യക്തിയും ഇതുപോലെ എംപ്ലോയ്മെന്റ് നേടുമ്പോൾ അവർക്ക് എന്ത് കിട്ടുന്നുണ്ട്? ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു പെർ ക്യാപിറ്റൽ ഇൻകം ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി അത് ഹെൽപ്പ് ചെയ്യുന്നു. അടുത്താണ് ഇംപ്രൂവ്ഡ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. നമ്മുടെ കയ്യിൽ നല്ല രീതിയിലുള്ള ഏർണിങ്സ് ഒന്നും നമുക്ക് നല്ല പ്രൊഡക്ട്സ് മേടിക്കാൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾ ബെറ്റർ ക്വാളിറ്റി പ്രൊഡക്ട്സ് ലോ കോസ്റ്റിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ എല്ലാ കസ്റ്റമേഴ്സിനും ആ പറയുന്ന പ്രൊഡക്ട്സ് ഏറ്റവും ലോ കോസ്റ്റ് തന്നെ പർച്ചേസ് ചെയ്ത് അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ എക്കണോമിക് ഇൻഡിപെൻഡൻസ്. വേറെ ഒരാളെ നമ്മൾ ആശ്രയിക്കാൻ നമുക്ക് എക്കണോമിക് ഇൻഡിപെൻഡൻസ് നേടാൻ വേണ്ടി നമുക്ക് മാത്രമല്ല നമ്മുടെ രാജ്യത്തിനും കൂടി എക്കണോമിക് ഇൻഡിപെൻഡൻസ്, നമ്മൾ ബിസിനസ് നടത്തി നമ്മുടെ രാജ്യത്തിന് എക്കണോമിക് ഇൻഡിപെൻഡൻസ്, വേറെ രാജ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യാണ്ട് ജീവിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. പ്രിവെൻറ്റിങ് ഇൻഡസ്ട്രിയൽ സ്ലംസ്. ഈ ഇൻഡസ്ട്രിയൽ സ്ലംസ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. എങ്ങനെയാണ്? നമ്മൾ ഈ ബാക്ക്വേർഡ് ഏരിയാസിലൊക്കെ പോയിട്ട് നമ്മൾ ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ആ ഏരിയാസിൽ ഡെവലപ്പ് ചെയ്യും. അങ്ങനെ വരുമ്പോൾ അവിടെ പൊല്യൂഷൻസ് എല്ലാം കുറയും. നമ്മൾ ഒരു സ്ഥലത്ത് തന്നെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യേണ്ട പല സ്ഥലത്ത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ ഏരിയ ഡെവലപ്പ് ആവുകയും ചെയ്യും, അവിടെ പൊല്യൂഷൻസ് കുറയുകയൊക്കെ ചെയ്യുന്നതാണ്. അടുത്താണ് സോഷ്യൽ ടെൻഷൻ. അപ്പോൾ ഈ അൺഎംപ്ലോയിഡ് യൂത്ത് എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു ടെൻഷനാണ്. അപ്പോൾ ഈ സംഭവം പ്രിവെൻറ്റ് ചെയ്തിട്ട് നമ്മുടെ ഈ അല്ലെങ്കിൽ എന്താ പറയുക ടെൻഷനൊക്കെ പ്രിവെൻറ്റ് ചെയ്ത് സെൽഫ് എംപ്ലോയ്മെൻറ്റ് ഈ പറയുന്ന ട്രെയിനിങ്ങും ഗൈഡ് ലൈൻസ് അസിസ്റ്റൻസിലൂടെയൊക്കെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു അവർക്ക് ജീവിതമാർഗം ലീവിങ് ആയിട്ടുള്ള ഒരു കാര്യം അവർക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതാണ് സോഷ്യൽ ടെൻഷൻ അവോയ്ഡ് എന്ന് പറഞ്ഞാൽ ഓവറോൾ ഡെവലപ്മെൻറ്റ്. ഇങ്ങനൊരു EDP പ്രോഗ്രാമിലൂടെ നമ്മുടെ ഒരു വ്യക്തി മാത്രമല്ല, ഒരു വ്യക്തി ഡെവലപ്പ് ആവുന്നുണ്ട്, അതേപോലെ ഒരു ബിസിനസ് ഡെവലപ്പ് ആയി വരുന്നുണ്ട്, നമ്മുടെ നേഷൻ ഡെവലപ്പ് ആവുന്നുണ്ട്. അങ്ങനെ എല്ലാ കൊണ്ട് എക്കണോമിക്കായിട്ട് ഏത് സൈഡ് നോക്കിയാലും നമുക്ക് ഡെവലപ്മെൻറ്റ് മാത്രമേ ഈ ഒരു സംഭവത്തിലൂടെ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഇത്രയും ടോപ്പിക്സ് കവർ ചെയ്തുകൊണ്ട് നമ്മുടെ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ആക്കാണ്. നെക്സ്റ്റ് വീഡിയോയിൽ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഉണ്ടാവുന്നതായിരിക്കും പാർട്ട് 2 ആയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് വല്ല എന്തെങ്കിലും ഡൗട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലിയർ ആവാത്ത പോർഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. നമുക്കതൊന്നുകൂടി ഡിസ്കസ് ചെയ്യാം നെക്സ്റ്റ് വീഡിയോയിൽ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.